ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ടു അഭിശ്രീ വ്ലോഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ എടുക്കുകയാണ്. ഇവിടെയുള്ള കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയും മിന്നലും ടവറിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. റേഞ്ചില്ല, കറണ്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം മഴ കാരണം കൊണ്ട് തന്നെ ഇവിടെ ഫുള്ളും സ്ലൈഡായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ലൈഡായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധരാലിയിൽ വന്നതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെനിക്ക് ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 2 ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ് ഒരുമിച്ചിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ടണലാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുമ്പോഴൊക്കെ ഈ ടണലിൽ കടന്ന് മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിലും ഈ ടണൽ കടന്നാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ആ ടണലാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കളുടെ സ്കൂൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും ദൂരം പോകണമായിരുന്നു. അവർ പോകുന്ന സ്കൂളിൻ്റെ സൈഡിലെല്ലാം സ്ലൈഡ് വന്നിട്ട് അവർക്ക് സ്കൂളിൻ്റെ ആ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത വണ്ണം റോഡ് മൂടിയിരുന്നു. ഇപ്പോൾ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഞാൻ അത് കാണിക്കാനാണിപ്പോൾ ഈ വീഡിയോ എടുത്തത് തന്നെ. അതിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇതിപ്പം ആദ്യം കുറച്ച് സ്ഥലത്ത് മാത്രം മണ്ണ് റോഡിലോട്ട് വന്ന ഭാഗങ്ങളാണ്. അങ്ങോട്ട് പോകുമ്പോൾ കാണാം വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡിലോട്ട് വന്ന് റോഡ് മൂടിയ അവസ്ഥയിലായിരുന്നു. പിള്ളേർക്ക് സ്കൂൾ വേനൊന്നും പോകാത്തത് കൊണ്ട് തന്നെ വേറൊരു റൂട്ടിൽ കൂടെ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റും. അപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കരമായിട്ടുള്ള മണ്ണിടിച്ചിലാണ്. നല്ല ഉയരത്തുനിന്ന് കുറേ മണ്ണും പാറകളും എല്ലാം വന്ന് റോഡിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്രമാത്രം ഭയങ്കര ഫോഴ്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും അവിടെയുള്ള അങ്ങോട്ടുള്ള വെള്ളം മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നിട്ടില്ല. ചെറുതായിട്ടൊരു ഒഴുക്കുണ്ട് അവിടെ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത്, മുകളിൽ നിന്ന് വന്ന മണ്ണ് ഫുള്ളായിട്ട് റോഡ് മൂടി നദിയിലോട്ടാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ആ 2 ഭാഗങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള സ്ലൈഡാണ് ഏറ്റവും വലുതായിട്ട് ഇവിടെ നടന്നത്. ഇപ്പം അവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ട് പോയത്. റോഡിലൊക്കെ ഭയങ്കര ചെളിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാലും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഉത്തരാഖണ്ഡിൽ നിന്ന് പോയാൽ പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കാണ്ടില്ലേ. നിങ്ങൾ റോഡിലുള്ള മണ്ണ്, മുകളിലത്തെ മണ്ണ് റോഡിനെ ഇടിച്ച് നദിയിലോട്ട് ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, അവിടുത്തെ പണികളൊക്കെ, റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ JCB വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത്രമാത്രം നല്ലൊരു മണ്ണിടിച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള മണ്ണിടിച്ചിലായതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യത്തിന് നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ, റോഡിൽ ഫുള്ളും മുകളിൽ നിന്ന് വന്ന ചെളിയും മണ്ണും നിറഞ്ഞ് റോഡ് ഫുള്ളും ചെളിയാണ്. അപ്പോൾ വണ്ടിയിൽ വരുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മാത്രം ചെളിയാണ്. ഇതുവരേക്കും റോഡ് ക്ലിയർ ആയിട്ടില്ല. കണ്ടില്ലേ, എത്രമാത്രം മുകളിൽ നിന്നാണ് താഴെ വന്ന് മണ്ണും കല്ലും വെള്ളവുമായിട്ട് വന്ന് പതിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. കൂടുതലായിട്ട് മഴ സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലൈഡ് ഉണ്ടാവാറില്ല. മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് കുറച്ചൊന്നും മഴയില്ലാത്ത സമയത്ത്, മണ്ണ് നനഞ്ഞു കിടക്കുന്ന സമയത്താണ് കൂടുതൽ സ്ലൈഡുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഉണ്ടായിക്കഴിഞ്ഞ സ്ഥലങ്ങളാണ്. അവിടെ ഇപ്പം പുതിയതായിട്ട് ചെടികളൊക്കെ മുളച്ച് നിൽക്കുന്നതാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ഇതുപോലെ
വന്ന് പോയ ഇത് കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ കണ്ടില്ലേ, ഇത് ഞാൻ വന്ന സമയത്ത് കണ്ട മണ്ണിടിച്ചിലാണിത്. അതിൻ്റെ പുറത്താണ് പിന്നെയും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ചേട്ടൻ ഒരു ദിവസം ലീവ് കിട്ടിയാലും ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നമുക്ക് യൂട്യൂബിൽ എല്ലാവരെയും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ചേട്ടൻ 2 ദിവസവും ചേട്ടൻ ലീവായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്തത്. ഇത്രയും ദൂരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമാണിത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ദൂരത്തുനിന്ന് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഈ കൊച്ചു കൊച്ചായിട്ട് കാണുന്നതെല്ലാം വീടുകളാണേ, കൊച്ചു കൊച്ചു വീടുകൾ. നമ്മളെ ഉത്തരാഖണ്ഡിൻ്റെ ഉത്തരകാശിയിലുള്ള കൊച്ചു കൊച്ചു വീടുകളാണിതെല്ലാം. അപ്പോൾ വീടുകളും ഞാൻ പറഞ്ഞില്ലേ പവർ പ്ലാന്റുകളും എല്ലാം ഇതെല്ലാമാണ് ഒരുമിച്ച് ഈ മുകളിൽ നിന്നാലും കിട്ടുന്ന ഒരു വ്യൂ വന്നിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും വീഡിയോയും കൂടെ എടുത്തത്. അപ്പോൾ ഇതൊരു ദിവസം എടുത്ത വീഡിയോ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. 2ാമത്തെ സെക്ഷനിലുള്ള ദിവസം എടുത്ത വീഡിയോ എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പോകണമെങ്കിൽ ഇങ്ങനെ ബൈക്കിലിരുന്ന് പോയാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മാത്രം തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളവിടുത്തെ പോലെ എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്വേറിയം കാണാൻ പോകാനോ മ്യൂസിയം കാണാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ആകപ്പാടുള്ളത് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഭയം കൂടെ ഉണ്ട്. മഴ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല, സ്ലൈഡ് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയും അങ്ങനെയുള്ളൊരു അന്തരീക്ഷവുമാണ് കൂടുതലും ഉത്തരാഖണ്ഡിലുള്ളത്. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ടൈമിൽ മക്കളെയും കൊണ്ടിങ്ങനെ വെറുതെ ഇങ്ങനെ ബൈക്കിലിരുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് നിന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് യാത്ര ചെയ്യുമ്പോൾ. എന്നാലും എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും അങ്ങനെയുള്ള പാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അത് കണ്ടില്ലേ, മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. പാറയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അത്ര മുകളിൽ നിന്ന് വരെയാണ് ഞാൻ സൂം ചെയ്താണ് എടുത്തത്. അത്ര മുകളിൽ നിന്ന് വന്ന വെള്ളമാണ്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ ഞാനും ചേട്ടനും ഇവിടെ 2ാമത്തെ ദിവസം എന്തായാലും എനിക്ക് കുറച്ചുകൂടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചേട്ടൻ എൻ്റെ കൂടെ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി 2ാമത്തെ എടുത്ത വീഡിയോ ആണ്. ഒരു പാലമുണ്ട്, അത് നമ്മുടെ ഗംഗാ നദിയുടെ മുകളിൽ കൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നൊരു പാലം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എൻ്റെ മക്കളുടെ സ്കൂളിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണത്. അപ്പം ആ പാലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഗംഗാ നദിയുടെ വഴികളൊക്കെ ഭയങ്കര മോശമാണേ. എനിക്കതിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. നല്ല മോശമായിട്ടുള്ള റോഡാണ്. അപ്പം അതിലേക്കൂടെ ഞങ്ങൾ പോയിട്ട് ആ തൂക്കുപാലം, ഒരു പാലമുണ്ട് അവിടെ, ആ പാലം എനിക്ക് എടുക്കണം. അതിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതാണ് പാലം. കുറച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ, അതാണ് പാലം. ആ പാലത്തിൽ കൂടെ നമുക്ക് അപ്പുറത്ത് പോകണം. അതിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ കൂടുതലും കുതിരകളെയാണ് അവരിവിടെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, മണ്ണും കല്ലും ഒക്കെ ചുമക്കാൻ വേണ്ടിയിട്ട് കുതിരകളെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. ഗംഗാ നദിയിൽ നിന്ന് മണലെടുക്കാനും കല്ലുകളൊക്കെ ചുമക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ കുതിര ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുതിരകളാണ് ഗംഗാ നദിക്കകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൂക്കുപാലത്തിലോട്ട് കയറാൻ പോവുകയാണേ. കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ടെന്ന്. കാര്യം വേറൊരു സപ്പോർട്ടും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി കണ്ടിട്ട്. കുറച്ച് എന്നാലും അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറത്തു കൂടെ പോയി വീഡിയോ എടുത്തു. 2 സൈഡും നദി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പേടിയുണ്ട്. എന്നാലും അപ്പുറത്ത് പോകണമല്ലോ, ആ സൈഡിൽ പോയാലേ അങ്ങോട്ട് അതിൻ്റെ അടുത്താണ് സ്കൂള്. അപ്പം സ്കൂളിൻ്റെ അടുത്ത് കൂടെയും പോകണമായിരുന്നു. സ്കൂളിലൊരു ആവശ്യമായിട്ട് പോകണമായിരുന്നു. അതുകൊണ്ടാണ്
മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ വഴി വന്നത്, ഈ വഴിയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ വഴി വന്നു. ഈ വഴിയിൽ ഇത് മക്കൾ വാന് പോകുന്ന വഴിയല്ല, വാനൊന്നും പോകില്ല ഇതിലെ കൂടെ. നമ്മൾ സാധാരണ ബൈക്കും കൊച്ചു വണ്ടികൾ മാത്രമേ പോവുള്ളൂ, ബൈക്ക് മാത്രമേ പോവുള്ളൂ മാക്സിമം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ വഴി കൂടെ പയ്യെ അങ്ങനെ വരികയാണ്. അതങ്ങനെ കഴിഞ്ഞ് ആ ബ്രിഡ്ജ് കഴിഞ്ഞ് ഞങ്ങൾ റോഡിലെത്തി. അപ്പോൾ കൂട്ടുകാർ, രണ്ടാമത്തെ ദിവസത്തെ യാത്രയും കഴിഞ്ഞായിരുന്നു. ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലത്ത് അങ്ങനെ കറിവേപ്പില നിൽക്കുന്നത് കണ്ടായിരുന്നേ. കറിവേപ്പില ഇവിടെ കിട്ടാറില്ല, ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് കറിവേപ്പില പറിച്ച് തന്നതാണ്. നല്ല കറിവേപ്പിലായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. 2 ദിവസമായിട്ട് യാത്ര ചെയ്താണ് ഇത്രയും കവർ ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസിനെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാമേ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.